ലോകാവസാനം എന്ന ഗുഡ് ന്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒരു കാര്യം അവസാനിക്കുക, പ്രത്യേകിച്ച് ലോകം അവസാനിക്കുക എന്ന് പറയുന്നത് ഒരു സദ്വർത്തമാനമാകുമോ, ഒരു ഗുഡ് ന്യൂസ് ആകുമോ? ലോകാവസാനം എന്നുള്ള ആ ഒരു ടേം നമുക്ക് ലഭ്യമാകുന്നത് ബൈബിളിൽ നിന്ന് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 3 വാക്യത്തിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി നടത്തിയ ഒരു ഡയലോഗിൽ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ലോകാവസാനം, എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് ബൈബിളിൻ്റെ ഒരു പദം തന്നെയാണ്. ലോകം അവസാനിക്കുമോ? ലോകം അവസാനിക്കുന്നുവെങ്കിൽ അതൊരു ഗുഡ് ന്യൂസ് ആയിത്തീരുമോ? ഈ നമ്മൾ പാർക്കുന്ന മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ നാം ഒത്തിരി ചെറിഷ് ചെയ്യുന്ന, നമുക്ക് സ്വത്തുക്കളും നമുക്ക് വിലപിടിച്ച വസ്തുക്കളും നിക്ഷേപങ്ങളും ഒക്കെയുള്ള ഈ ലോകം അവസാനിക്കുവാനായി പോവുകയാണ് എന്ന് ബൈബിൾ പറയുമ്പോൾ ലോകാവസാനം ഒരു ഗുഡ് ന്യൂസ് ആയിത്തീരുമോ എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായി പോകുന്നത്. ലോകാവസാനം എന്ന് പറയുന്ന ഈ ഒരു പഠനം അത് ചിലർ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ സമയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നു, എല്ലാ കാര്യങ്ങളെയും വിശ്വസിക്കുന്നില്ല, അവർ സംശയാലുക്കളാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ അമിതമായി വിശ്വസിക്കുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ അലേർട്ടായിട്ട്, അവെയറായിരുന്നുകൊണ്ട് തന്നെ ഈ കാലത്തെയും കാലഗതികളെയും ഒക്കെ വിവേചിച്ചുകൊണ്ട് ലോകാവസാനത്തെ എതിരേൽക്കുന്നതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ചിലർ. ഒരു കാര്യം ഉറപ്പാണ്, ലോകാവസാനം എന്ന് പറയുന്നത് ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തീം തന്നെയാണ്, ദി എൻഡ് ഓഫ് ദ വേൾഡ്. ഈ ലോകാവസാനം എന്ന് പറയുന്നതിനെക്കുറിച്ച് ബൈബിൾ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അനേക പ്രവചനങ്ങൾ മായൻ കലണ്ടറിലും നോസ്ട്രഡാമസ് മുതലായിട്ടുള്ളവരുടെ പ്രഡിക്ഷൻസും എല്ലാം ഇതിനകത്ത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവചനങ്ങൾ, ബൈബിൾ ഇതര പ്രവചനങ്ങളെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അവരൊക്കെ ഒരു ഡേറ്റ് സെറ്റ് ചെയ്യുവാനും ഒരു ഇയറിൽ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ബൈബിൾ ഒരിക്കലും ഒരു വർഷം പറയുന്നില്ല, ഒരു മാസം പറയുന്നില്ല, ഒരു ദിവസം പറയുന്നില്ല. എന്നാൽ ബൈബിളിൽ അടയാളങ്ങളാണ് നമ്മൾ അധികമായി കാണുന്നത്, സൂചനകളാണ്. ഈ ലോകം നമുക്ക് അതിനുള്ള അടയാളങ്ങൾ നൽകും എന്നുള്ള നിലയിലാണ് ബൈബിൾ ലോകാവസാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതും അതിനുവേണ്ടി കാത്തിരിക്കുന്നവരെ കാത്തിരിക്കുവാനായി പ്രോത്സാഹിപ്പിക്കുന്നതും. എൻഡ് ഓഫ് ദ വേൾഡ് അഥവാ ലോകാവസാനം എന്നുള്ള ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ പിരിച്ചു പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ലോകം, എന്താണ് അവസാനം? അല്ലെങ്കിൽ ബൈബിൾ അനുശാസിക്കുന്ന, അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്ന ആ ലോകാവസാനം എന്ന് പറയുന്ന ആ ചിന്ത, അതിൻ്റെ അർത്ഥം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബൈബിൾ ലോകാവസാനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ആ പദം, എൻഡ് എന്നുള്ള ആ പദം, എൻഡ് എന്ന് പറയുന്നത് ഒന്നിൻ്റെ അവസാനം അല്ലെങ്കിൽ ഇല്ലാതാകുന്ന ഒരു സ്റ്റേജിനെയല്ല പറയുന്നത്, എന്നാൽ എന്തോ കാര്യങ്ങളുടെ പൂർത്തീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ബ്രിങ്ങിങ് ടു കംപ്ലീഷൻ ടുഗദർ, അതായത് എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പദമാണ് എൻഡ് എന്ന് പറയുന്നത്. കൺസമ്മേഷൻ അഥവാ ക്ലൈമാക്സ് എന്നുള്ള പദങ്ങളൊക്കെ നമ്മൾ ഇതിനോട് അനുബന്ധിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള പദങ്ങളാണ്. ഒരിക്കലും ഒന്നിൻ്റെ അവസാനം അല്ലെങ്കിൽ നാശം അല്ല, അത് ഇല്ലാതാകുന്ന ഒരവസ്ഥയല്ല, അത് സീസ് ടു എക്സിസ്റ്റ് എന്നുള്ള ഒരു അവസ്ഥാവിശേഷമല്ലത്. എന്നാൽ എന്തോ പൂർത്തീകരിക്കപ്പെടുവാനായി പോകുന്നു, കൺസമ്മേഷനിലേക്ക് അത് എത്തിച്ചേരുവാനായി പോകുന്നു, ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തിച്ചേരുവാനായി പോകുന്നു, ക്ലൈമാക്സിലേക്ക് എത്തിച്ചേരുവാനായി പോകുന്നു, കംപ്ലീഷനിലേക്ക്, പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുവാനായി പോകുന്നു. അങ്ങനെയെങ്കിൽ എൻഡ് എന്ന് പറയുമ്പോൾ ലോകാവസാനം എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പൂർത്തീകരണം, ലോകത്തിൻ്റെ ക്ലൈമാക്സ്, ഇതിൻ്റെ പര്യസമാപ്തി എന്ന് പറയുന്ന ആ ഒരു പദമാണ് നമ്മൾ കൂടുതലായി നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ, അതായത് ലോകത്തിൽ ഇതുവരെയും സംഭവിക്കാത്ത വലിയ കാര്യങ്ങളായിരിക്കും ലോകാവസാനത്തുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നത്. അതായത് കഷ്ടകാലം എന്ന് പറയുന്നൊരു കാലമാണ്. എന്നാൽ ആ കഷ്ടകാലത്തിന് ഒരു അവസാനമുണ്ട് എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അതായത് എൻഡ് എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും തീരുവാൻ പോകുന്നു എന്നുള്ള നിലയിലുള്ള സംഭവങ്ങൾ നടക്കും. പ്രകൃതിയിലും രാഷ്ട്രത്തിലും ആകാശത്തിലും ഭൂമിയിലുമെല്ലാം നടക്കുന്ന അനേക സംഭവങ്ങളുണ്ട്. എന്നാൽ ദൈവം ആ കാലഘട്ടങ്ങളെ ചുരുക്കും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, തീരുവാൻ പോകുന്നു എന്നുള്ള രീതിയിൽ സംഭവങ്ങൾ നടക്കുമെങ്കിലും ഇത് തീരുകയില്ല, അവസാനിക്കുകയില്ല. എന്നാൽ ചിലതിനെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ് ഇത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ഈ എൻഡിൽ നടക്കുന്ന സമയത്തും ഇതൊരു ടോട്ടൽ ഡിസ്ട്രക്ഷൻ അല്ല, അത് സ്റ്റിൽ ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ്. ഇതിൻ്റെ അവസാനം എന്തോ പുതിയത് വെളിപ്പെടുവാൻ പോകുന്നു എന്നുള്ള നിലയിലാണ് എൻഡിനെ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ പഠിക്കുന്നത് ലോകാവസാനം എന്ന് പറയുന്ന ആ ഒരു ടേമാണ്.
ലോക അവസാനം. ആദ്യം നമ്മൾ പറഞ്ഞത് അവസാനം, എൻഡ് എന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് ലോകം എന്നുള്ളതാണ്. എന്താണ് ലോകം? ലോകം എന്ന് പറയുന്ന സമയത്ത് ഭൂമി എന്നുള്ളതല്ല അവിടെ അർത്ഥമാക്കുന്നത്, വേൾഡാണ്, എൻഡ് ഓഫ് ടൈമാണ്. അതായത് സമയത്തെയാണ്, സമയക്രമത്തെയാണ്. നമ്മൾ വസിക്കുന്ന ഈ ഭൂമിക്ക് ഒരു കാലമുണ്ട്, കാലഘട്ടമുണ്ട്. അതിനെയാണ് ആ കാലം അഥവാ ലോകം എന്നുള്ള ആ ഒരു പേരുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ടേം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അവസാനം എന്നുള്ളതല്ല, എൻഡ് ഓഫ് ദി ഏജ് എന്നുള്ള നിലയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ഭൂമിയിൽ ഇന്ന് വന്നെത്തിയിരിക്കുന്ന ഈ ഒരു ഏജ്, ഇതിന് പുറകിൽ ഒത്തിരി ഏജുകൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി കാലങ്ങളുണ്ടായിട്ടുണ്ട്. ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത് ഒരു കാലമായിരുന്നു. അയൺ ഏജ് എന്ന് പറയുന്നത് ഒരു കാലമായിരുന്നു. മിഡീവൽ ഏജ് എന്ന് പറയുന്നത് ഒരു കാലമായിരുന്നു. ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഒരു കാലം ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാലങ്ങൾ നമ്മൾ പാർക്കുന്ന ഈ ഭൂമിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലുള്ള ഒരു കാലമാണ് എൻഡ് എന്ന് പറയുന്ന ഒരു കാലം, അഥവാ പൂർത്തീകരിക്കപ്പെടുവാനായി പോകുന്ന ഒരു കാലം. ഭൂമിയുടെ നിശ്ചലമല്ല അവിടെ സംഭവിക്കുന്നത്, ഭൂമി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയല്ല. എന്നാൽ അതിന് അപ്പുറമായി ഈ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇതിനെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അടുത്ത അധ്യായത്തിലേക്ക് ഭൂമി കടക്കുവാനായി പോവുകയാണ്. അതെ, ലോകാവസാനം നടക്കുവാനായി പോവുകയാണ്. അതെ, നമ്മൾ പാർക്കുന്ന ഈ വേൾഡ് സിസ്റ്റം, അതിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നടക്കുവാനായി പോവുകയാണ്. ദൈവത്തിൻ്റെ ഒരു കൺസമേഷൻ, ഫുൾഫിൽമെൻറ്റ്, ക്ലൈമാക്സ് ഇതിൻ്റെ മുൻപിൽ നടക്കുവാനായി പോവുകയാണ്. ഈ ലോകം അവസാനിക്കുവാനായി പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ലോകത്തിനു വേണ്ടി ഈ ലോകം അത് വഴിമാറുവാനായി പോവുകയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയാണ് പറയുന്നത്? പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇവിടെ പറയുന്ന ആ ഒരു പദം എന്ന് പറയുന്നത് ഈ ഇപ്പോഴത്തെ ദുഷ്ടലോകം എന്ന് പറയുന്ന ഒരു ലോകമാണ്. ഈ ലോകത്തെ ദുഷ്ടലോകം എന്നാണ് ദൈവത്തിൻ്റെ വചനം വിളിച്ചിട്ടുള്ളത്. ദ പ്രസൻറ്റ് ഈവിൾ ഏജ്. ഒത്തിരി ദുഷ്ടതകൾ നമ്മുടെ ചുറ്റിനും നടക്കുകയാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്കത് മിസ് ഔട്ട് ചെയ്യാൻ പറ്റുകയില്ല. ഒരു ദിവസത്തെ പത്രം എടുത്ത് വായിച്ചാൽ മാത്രം മതി ഈ ലോകത്തിൽ നടക്കുന്ന ദുഷ്ടതകൾ. എന്നാൽ ഇതിൻ്റെ എല്ലാം ഒരു പൂർത്തീകരണം ദൈവഹിതപ്രകാരം നടക്കുവാനായി പോവുകയാണ്. ലോകം അവസാനിക്കുവാനായി പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇതൊരു ഗുഡ് ന്യൂസ് ആയിത്തീരുന്നത്? നമ്മൾ പാർക്കുന്ന ഈ ലോകത്തിൻ്റെ അവസാനം എങ്ങനെയാണ് ഒരു ഗുഡ് ന്യൂസ് ആകുന്നത്? കാരണം ലോകാവസാനം എന്ന് പറയുന്നത്, എസ്കറ്റോളജി എന്ന് പറയുന്നത് ഗുഡ് ന്യൂസിൻ്റെ ഭാഗമാണ്. ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഗമാകുന്ന കാര്യമാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എസ്കറ്റോളജി അഥവാ അവസാനം എന്ന് പറയുന്നത്. സകലതും അവസാനിക്കുന്നതും ഒരു ഗുഡ് ന്യൂസാണ്, അല്ലെങ്കിൽ ഗുഡ് ന്യൂസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. അതെ, അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകാവസാനം എന്ന് പറയുന്നത് ഒരു ഗുഡ് ന്യൂസാണ്. ലോകാവസാനം ഒരു ഗുഡ് ന്യൂസിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അവസാനിക്കുവാൻ പോകുന്നത് എന്നും എന്താണ് നമുക്ക് കിട്ടുവാൻ പോകുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും മോശമായ ഒരു കാര്യത്തെ നീക്കിയതിനു ശേഷം മെച്ചമായതും ഏറ്റവും നല്ലതുമായ ഒരു കാര്യത്തെ നമുക്ക് ലഭ്യമാകുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു ഗുഡ് കാര്യം തന്നെയാണ്, ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ്. നമുക്ക് അതാണ് നമ്മുടെ മുൻപിൽ സംഭവിക്കുവാനായി പോകുന്നത്. ഈ ലോകം അതിൻ്റെ എല്ലാ ദുഷ്ടതയിൽ നിന്നും വിമോചനം പ്രാപിക്കുവാനായി പോവുകയാണ്. യേശു എന്ന ദൈവപുത്രൻ്റെ, നമ്മുടെ രക്ഷകൻ്റെ ഒരു അത്ഭുത ലോകം മാനവജാതിയുടെ മുൻപിൽ തുറക്കപ്പെടുവാനായി പോവുകയാണ്. യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച എല്ലാവർക്കും പ്രവേശിക്കുവാൻ സാധ്യമാകുന്ന, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട എല്ലാവർക്കും സൗജന്യമായി പ്രവേശിക്കുവാൻ സാധ്യമാകുന്ന ആ പുതിയ ലോകത്തിലേക്കാണ് ഈ ലോകത്തിൻ്റെ ഓരോ സംഭവങ്ങളും നീങ്ങുന്നത്. അതെ, ഒരു ഗുഡ് ന്യൂസ് നമ്മുടെ മുൻപിൽ വരുവാനായി പോവുകയാണ്. ആ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ലോകം നമ്മുടെ ഈ ലോകത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുവാനായി പോവുകയാണ്. ഈ ലോകം അവസാനിക്കുവാനായി പോവുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ലോകം നമ്മുടെ മുൻപിൽ വെളിപ്പെടുവാനായി പോവുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ മുൻപിൽ നിന്ന് നീങ്ങി എന്താണ് പുതുതായി വരുവാൻ പോകുന്നത്? ഒന്നാമതായി, ഈ ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളും മാറി സമാധാനം വരുവാനായി പോവുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തുകളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. യുദ്ധമില്ലാത്ത ഒരു അന്തരീക്ഷം, യുദ്ധമില്ലാത്ത ഒരു ലോകം, യുദ്ധാഭ്യാസം ഇല്ലാത്ത ഒരു ലോകം, ആ ഒരു ലോകമാണ് നമ്മുടെ മുൻപിൽ വെളിപ്പെടുവാനായി പോകുന്നത്.
രണ്ടാമതായി നമ്മുടെ മുൻപിൽ വരുവാൻ പോകുന്ന കാര്യം എന്താണ്? നമുക്ക് നഷ്ടപ്പെടുവാൻ പോകുന്ന കാര്യം എന്താണ്? ആ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഞെരുക്കങ്ങളെല്ലാം മാറി ദൈവികമായിട്ടുള്ള സമ്പന്നതയിലേക്കും ദൈവികമായിട്ടുള്ള വിശാലതയിലേക്കും നമ്മൾ എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോകുകയും ചെയ്യുന്ന നാളുകൾ വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായി പോയിരുന്ന പർവ്വതങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങളുണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങളുണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഇവിടെയും നമ്മൾ വളരെ വ്യക്തമായി കാണുന്ന ഒരു കാര്യം, ഈ ഭൂമിയിലെ എല്ലാ ജാതികളിലും, ഇസ്രായേലിൽ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള എല്ലാ മാനവജാതിയുടെ മേലും ഇപ്പോഴുള്ള എല്ലാ ഞെരുക്കങ്ങളും മാറി ദൈവികമായിട്ടുള്ള സമ്പന്നത അഥവാ പ്രോസ്പെരിറ്റി ഈ ഭൂമിയിൽ വരുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ ലോകം നമ്മുടെ മുൻപിൽ വെളിപ്പെടുവാനായി പോവുകയാണ്. അതെ, നമുക്ക് ഞെരുക്കങ്ങൾ നഷ്ടപ്പെടുവാനായി പോവുകയാണ്, യുദ്ധങ്ങൾ നഷ്ടപ്പെടുവാനായി പോവുകയാണ്, സമാധാനവും വിശാലതയും യേശുക്രിസ്തു നൽകുവാനായി പോവുകയാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബൈബിളിലുടനീളം കാണുന്ന ഒരു കാര്യം, വിദ്വേഷം അഥവാ ഹെയ്റ്റ് മാറി. ഈ ഭൂമിയിൽ ഒത്തിരി ഹെയ്റ്റ് ഉണ്ട്. ഈ ഭൂമിയിൽ പരസ്പരം ഹെയ്റ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. മനുഷ്യനെ വെറുക്കുന്ന, അസൂയോടുകൂടെ പെരുമാറുന്ന അന്തരീക്ഷം. എന്നാൽ എല്ലാ ഹെയ്റ്റ് മാറി പരിപൂർണ ദൈവസ്നേഹത്തിലേക്ക് ഈ ഭൂമി ചെന്നെത്തുവാനായി പോവുകയാണ്. അതെ, ഈ ദുഷ്ടലോകത്തിലെ വിദ്വേഷങ്ങൾ മാറി ദൈവസ്നേഹം ഈ ഭൂമിയിൽ ഉദിക്കുവാനായി പോവുകയാണ്. അടുത്തതായി നമുക്ക് നഷ്ടപ്പെടുവാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് പാപവും ദുഷ്ടതയുമാണ്. സിൻ ആൻഡ് ഈവിളാണ്. പാപവും ദുഷ്ടതയും ഈ ഭൂമിയിൽ നിന്ന് മാറിയതിനു ശേഷം നമുക്ക് ലഭ്യമാകുവാനായി പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഗുഡ്നെസ് ആൻഡ് ഒബീഡിയൻസ് ആണ്. ദൈവത്തെ എപ്പോഴും അനുസരിക്കുകയും ദൈവത്തിൻ്റെ നന്മ എപ്പോഴും പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ഭൂമി നമ്മുടെ മുൻപിൽ ലഭ്യമാകുവാനായി പോവുകയാണ്. ഇന്നത്തെ ഈ ദുഷ്ടലോകത്തിൻ്റെ പാപവും ദുഷ്ടതയും നീങ്ങുവാനായി പോവുകയാണ്. ദൈവത്തിൻ്റെ അനുസരണവും ദൈവത്തിൻ്റെ നീതിയും ഈ ഭൂമിയിൽ ഉദിക്കുവാനായി പോവുകയാണ്. അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ കറപ്ഷൻ മുഴുവനും നീങ്ങുവാനായി പോവുകയാണ്. ഈ ഭൂമിയിലെ കറപ്ഷൻ നീങ്ങിയതിനു ശേഷം നമുക്ക് ലഭ്യമാകുവാനായി പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യവും മഹത്വവുമാണ്. ഗ്ലോറി ആൻഡ് ഫ്രീഡം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇവിടെ ഈ ഭൂമി മുഴുവനും കീഴ്പ്പെട്ടിരിക്കുകയാണ്. ഈ ഭൂമി മുഴുവനും കാത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ആരുടെ സ്വാതന്ത്ര്യം? മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. മനുഷ്യന് ലഭ്യമാകാൻ പോകുന്ന ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവിക സ്വാതന്ത്ര്യമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മനുഷ്യൻ ആസ്വദിക്കുവാൻ പോകുന്ന സ്വാതന്ത്ര്യമാണ് മനുഷ്യന് ലഭ്യമാകുവാൻ പോകുന്ന സ്വാതന്ത്ര്യം. ഈ ഭൂമിയുടെ അടുത്ത ദുഷ്ടത, അത് നീങ്ങുവാൻ പോകുന്ന ആ ദുഷ്ടത എന്ന് പറയുന്നത് സ്വാർത്ഥരായ നേതാക്കന്മാരാണ്. സ്വാർത്ഥരായ നേതാക്കന്മാർ, പ്രൈം മിനിസ്റ്റേഴ്സ്, പ്രസിഡൻസ്, ഈ ഭൂമിയിലുള്ള ചീഫ് മിനിസ്റ്റേഴ്സ്, ഈ ഭൂമിയിലുള്ള സ്വാർത്ഥതയുള്ള നേതാക്കന്മാർ, അവർ പരിപൂർണമായും ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടുവാനായി പോവുകയാണ്. ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുവാനായി പോവുകയാണ്. ഒരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യേശു അവരെ അടുക്ക വിളിച്ച്, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നുവെന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്നും നിങ്ങൾ അറിയുന്നു. ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അതെ, നിങ്ങളിൽ മഹാനാകുവാൻ ആഗ്രഹിക്കുന്നവർ ദാസനായി തീരട്ടെ. അപ്പോൾ ഈ ഭൂമിയിൽ വെളിപ്പെടുവാൻ പോകുന്ന ആ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, നേതൃത്വം എന്ന് പറയുന്നത്, ഈ ഭൂമിയിലെ സ്വാർത്ഥരായ നേതാക്കന്മാർ എല്ലാവരും നീങ്ങിയതിനു ശേഷം ഈ ഭൂമിയിൽ സേവിക്കുക എന്നുള്ള മനോഭാവത്തോടുകൂടെ മനുഷ്യർ പരസ്പരം സേവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരുവാനായി പോവുകയാണ്. അങ്ങനെ ഈ ഭൂമിയിലുള്ള ഇന്നത്തെ എല്ലാ ദുഷ്ടതകളും, കണ്ണുനീരും കയ്പും വിദ്വേഷവും എല്ലാം മാറി ദൈവമൊരുക്കുന്ന ദൈവസ്നേഹത്തിലേക്ക് നാം എത്തിച്ചേരപ്പെടുവാനായി പോവുകയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ആ കാലത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ആശ്വാസകാലം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ടൈംസ് ഓഫ് റിഫ്രഷിങ്. അഥവാ ഈ ഭൂമിയിൽ ഇതൊന്നും നമുക്ക് ലഭ്യമാവുകയില്ല. ഈ ഭൂമിയിൽ നാം എവിടെയെല്ലാം പോയി പാർത്തെന്ന് പറഞ്ഞാൽ ശരി, അവിടെയെല്ലാം ഈവിളുണ്ട്, അവിടെയെല്ലാം സിന്നുണ്ട്, അവിടെയെല്ലാം ദുഷ്ടതയുണ്ട്, അവിടെയെല്ലാം കറപ്ഷനുണ്ട്, അവിടെയെല്ലാം സ്വാർത്ഥതയുണ്ട്, അവിടെയെല്ലാം ഈ ഭൂമിയിലെ കറപ്ഷൻ നമുക്ക്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ കറപ്ഷനെ നമുക്ക് എവിഡൻ്റായി കാണുവാൻ
കാണുവാൻ സാധ്യമായി തീരും. അതിനെ എത്ര ഒതുക്കി വെച്ചെന്ന് പറഞ്ഞാലും ശരി, ഈ ഭൂമിയിലെ ഏത് വലിയ സ്വർഗ്ഗത്തിൽ ചെന്ന് പാർത്തെന്ന് പറഞ്ഞാലും ശരി, അവിടെയെല്ലാം നമുക്കിതെല്ലാം കാണുവാൻ സാധ്യമായി തീരും. എന്നാൽ യേശു ക്രിസ്തു ഒരു പുതു ലോകം ഒരുക്കുന്നുണ്ട്. ആ ലോകമെന്ന് പറയുന്നത് പുതിയ ലോകമാണ്. യേശു ക്രിസ്തുവിൻ്റെ റൂളിംഗ് ആണ് അവിടെ നടക്കുവാനായി പോകുന്നത്. ആ റൂളിങ്ങിലേക്ക് നാം എത്തിച്ചേരുന്നതിന് മുമ്പ്, ആ ആശ്വാസകാലത്തിലേക്ക് നാം എത്തിച്ചേരുന്നതിന് മുമ്പ് ഈ വേൾഡ്, ഈ ലോകം അത് അവസാനിച്ചേ മതിയാവുകയുള്ളൂ. ഈ ലോകം അവസാനിക്കുവാൻ ഈ ഭൂമിയിൽ ചില സംഭവങ്ങൾ നടന്നേ മതിയാവുകയുള്ളൂ. ഈ ഭൂമി ഇതുവരെയും ഇതിൻ്റെ ആരംഭം മുതൽ അനുഭവിക്കാത്ത ചില കഷ്ടതകളിലൂടെ കടന്നു പോകും. എന്നാൽ അതിൻ്റെ എല്ലാം അവസാനം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ രാജ്യത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി വെളിപ്പെടും എന്നുള്ളത് തന്നെയാണ് ബൈബിൾ നമുക്ക് നൽകുന്ന ആ സന്ദേശം എന്ന് പറയുന്നത്. മീഖായുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. എല്ലാവരും വന്ന് ഒരുപോലെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഉയർന്ന പർവ്വതമുള്ള ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അട്രാക്ഷനായിരിക്കും ദൈവത്തെ ആരാധിക്കുന്നതിനു വേണ്ടി എല്ലാവരും യഹോവയെ ആരാധിക്കുന്നതിനു വേണ്ടി ഒഴുകിച്ചെല്ലുന്ന അവസ്ഥ. ആ ആരാധനയിലേക്ക് എല്ലാവരും ഒഴുകി വരുന്ന ആ ഒരു കാഴ്ച നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അങ്ങനെയുള്ളൊരു ലോകമാണ് നമ്മുടെ മുൻപിൽ വെളിപ്പെടുവാനായി പോകുന്നത്. മനോഹരമായിട്ടുള്ള വിവരണങ്ങളാണ് ആ മീഖായുടെ പുസ്തകം നമ്മളോട് പറയുന്നത്. അനേക വംശങ്ങളിൽ ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തെങ്കിലേക്കും യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും കയറിച്ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ച് തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. ഈ ഭൂമി മുഴുവനും ഒരു ജാതിക്ക് വേണ്ടിയല്ല, ഒരു സിറ്റിക്ക് വേണ്ടിയല്ല, ഒരു ജനതയ്ക്ക് വേണ്ടിയല്ല, ഒരു രാജ്യത്തിന് വേണ്ടിയല്ല. ഈ ഭൂമി മുഴുവനുമുള്ള സകലർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാവുന്ന, അനുഭവിക്കാവുന്ന നിത്യ സന്തോഷത്തിലേക്ക് നാം എല്ലാവരും എത്തിച്ചേരുവാനായി പോവുകയാണ്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ്, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു ലേബർ പെയിൻ, ഒരു ഈറ്റുനോവിൻ്റെ അനുഭവം, ഒരു നോവിൻ്റെ അനുഭവം, വേദനിക്കുന്ന അനുഭവം, കരയുന്ന അനുഭവം, നെടുവീർപ്പിൻ്റെ അനുഭവം ഈ ഭൂമിയുടെ മേൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഭൂമിയിൽ ആരെല്ലാം ഭരിക്കാൻ വന്നാലും നമ്മുടെ മുൻപിൽ അനുദിനം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഭൂമി വേദനയിലൂടെ കടന്നു പോവുകയാണ്. ഇനിയും അനേക സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ വരുവാനുണ്ട്. എന്നാൽ അതും ഗുഡ് ന്യൂസിൻ്റെ ഭാഗമാണ്. ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. പാപികളായി ജീവിക്കുന്ന മനുഷ്യരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി മരിച്ചു എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലും അടക്കത്തിലും പുനരുദ്ധാനത്തിലും വിശ്വസിക്കുന്നവർ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറയുന്നവർ, യേശു ക്രിസ്തു നൽകുവാൻ പോകുന്ന രാജ്യത്തിൽ യേശു ക്രിസ്തുവിനോടുകൂടെ വാഴുന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. സദ്വർത്തമാനം അഥവാ ഗോസ്പൽ എന്ന് പറയുന്നത് ഇത് സൗജന്യമാണ്. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് നാം ചെയ്യേണ്ടത്. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് ഇതുവരെയും അവസരം ഉണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ലോകം അവസാനിക്കുവാനായി പോവുകയാണ്. ദ വേൾഡ് ഈസ് ഗോയിങ് ടു എൻഡ്. ഈ ലോകം പൂർത്തീകരിക്കപ്പെടുവാനായി പോവുകയാണ്. നമ്മൾ ഒരിക്കലും ലേറ്റ് ആകരുത്. ഇതിന് ഒരു അവസാനമുണ്ട്. വാതിലടയ്ക്കുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ ഇത് രക്ഷയുടെ സുവിശേഷം സൗജന്യമായി പ്രഘോഷിക്കപ്പെടുകയാണ്. എന്നാൽ ഈ സുവിശേഷത്തിൻ്റെ വാതിലുകൾ അടയുന്ന ഒരു സമയമുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഈ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുക. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കുക. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. ഇത്രമാത്രം ചെയ്താൽ ലോകം അവസാനിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കധികം പ്രതീക്ഷയും സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.